but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match. ഹായ് ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കസോൾ ആൻഡ് ഗ്രഹാൻ വില്ലേജ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് നേരെ മണാലിയിൽ നിന്ന് കസോളിലെത്തി. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നൈറ്റ് നമ്മളെത്തി. നല്ല തണുപ്പാണ്, റോത്തങ് പാസ് പോലെ തന്നെ തണുപ്പാണ് കസോളിലും. മേ ബി പാർവതി വാലീൻ്റെ സൈഡിലുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ പാർവതി വാലീൻ്റെ സൈഡിൽ തന്നെയുള്ള ഹിംട്രക് റിവർ സൈഡ് ക്യാമ്പിലായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേ. അപ്പോൾ നമ്മൾ 1 ഡേ ആണ് അവിടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച ക്യാമ്പ്. ഇവിടെ തന്നെ കഫേ ഉണ്ട്, മുകളിലൊക്കെ ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടെൻറ്റിലാണ് ഇന്നലെ നൈറ്റ് താമസിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ടെൻറ്റിലേക്ക് പോകുന്ന വഴി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പാണ്, ക്യാമ്പ് സൈറ്റാണ് പാർവതി വാലീൻ്റെ തൊട്ട് സൈഡിൽ തന്നെ. അപ്പോൾ കുറേ അധികം ഫ്ലവേഴ്സും നല്ല ടെൻറ്റ്, അതായത് നമുക്ക് ടോയ്ലറ്റ് സർവീസ് വേറെ ഉണ്ട്. അപ്പോൾ ടെൻറ്റ് എൻ്റെ ഉള്ളിലില്ല. അപ്പം ടെൻറ്റിലാണ് നമ്മളെല്ലാവരും താമസിച്ചിട്ട്. അപ്പോൾ ബോയ്സിനും ഗേൾസിനൊക്കെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച ടെൻറ്റ്. അപ്പോൾ ടെൻറ്റിൻ്റെ മുന്നിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, നല്ല സൺലൈറ്റ് ഒക്കെ വരുന്ന സ്ഥലമാണ്. മൗണ്ടെയ്ൻസും പാർവതി വാലിയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. റിവറെല്ലാം നല്ല തണുപ്പുമാണ്, റിവറിൻ്റെ സൈഡിലുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നിന്നേ. ഹലോ, ഇതായിരുന്നു നമ്മുടെ ടെൻറ്റ്. അടിപൊളിയായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ടെൻറ്റിലൊക്കെ താമസിച്ചിട്ട് തണുപ്പ് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തണുപ്പ്, നിരങ്ങിയ തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പിൻ്റെ മുന്നിലുണ്ടായിരുന്ന പാർവതി റിവർ. നല്ല ബ്യൂട്ടിഫുൾ റിവറാണ്. മാത്രമല്ല റിവറിൻ്റെ അപ്പുറം ഹോട്ടൽ പോലത്തെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പം നമ്മുടെ ടീച്ചേഴ്സും അമ്മയും താമസിച്ചത് അവിടെയാണ് കേട്ടോ നൈറ്റ്. ക്യാമ്പിൽ അവർ നിന്നില്ല, നല്ല തണുപ്പാണ്, ബുദ്ധിമുട്ടായിരുന്നു നിൽക്കാൻ. അപ്പം വെള്ളവും നല്ല തണുപ്പാണ്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ഫ്രഷ് ആയിട്ടോ രാവിലെ തന്നെ, കാരണം നമ്മൾ ഗ്രഹാൻ വില്ലേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഇന്നത്തെ നൈറ്റൊക്കെ ഗ്രഹാൻ വില്ലേജിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ ഗ്രഹാൻ വില്ലേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ക്യാമ്പർ വാനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ട്രെക്കിങ്. ഞങ്ങൾ ട്രെക്കിങ്ങിന് വേണ്ടി പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ആരും മനസ്സിലാവില്ലായിരിക്കും, ഞങ്ങൾ തന്നെയാണ്, ഒരു മാറ്റമില്ല, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു വണ്ടിയുടെ പുറത്താണ് ഗൈസ്, വണ്ടിയുടെ പുറത്താണ്. അതൊക്കെ നമ്മുടെ ടീം തന്നെയാണ്. വഴി ബ്ലോക്ക് ആക്കിക്കണമെന്ന് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈ ഒരു വ്യൂ കണ്ടാണ് നമ്മൾ പോണത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വണ്ടികളിലായിട്ടാണ് നമ്മൾ ഇത്രയും പേര് പോകണം കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഉള്ളിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ആവശ്യമുള്ളെങ്കിൽ അവിടെ ഇരിക്കാം. അപ്പോൾ പറയണമെന്നൊന്നും കേൾക്കണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, മൊത്തം വണ്ടിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിന്ന ക്യാമ്പ്, പാർവതി വാലിയുടെ സൈഡിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് 6 കിലോമീറ്റർ അല്ലേ, 6 കിലോമീറ്റർ ജിപ്പ് റൈഡും ബാക്കിയത് ഫുള്ള് ട്രെക്കിങ്ങും. ട്രെക്ക് ചെയ്യണ വഴിക്ക് കാണാൻ കഴിയും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ബസ്സും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു വരുന്നത് വരെ. മാത്രമല്ല നമ്മുടെ ലഗേജസ് എല്ലാം തന്നെ നമ്മൾ കസോളിൽ ക്യാമ്പിൽ തന്നെ ലഗേജ് റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ട്രെക്കിങ്ങിന് നമുക്ക് അധികം ലഗേജ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് പോകുന്നത് നമ്മുടെ കസോൾ ഹിപ്പി മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ കസോൾ മാർക്കറ്റും കണ്ടാണ് നമ്മൾ പോകുന്നത്. നല്ല വൈബായിരുന്നു. മാത്രമല്ല നമ്മൾ ഫ്രണ്ടിലുള്ളവരുടെ കൂടെ അന്താക്ഷരി കളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ കസോൾ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ കുളു എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജാണ്. അപ്പോൾ ഈ വില്ലേജിൽ നിന്നാണ് നമ്മളിപ്പോൾ ഗ്രഹാൻ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ ട്രെക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 4 to 5 hours നമുക്ക് നടക്കാനായിട്ട് വരും. മണാലി ഇവിടെ നിന്ന് ഒരു 75 കിലോമീറ്റർ ദൂരത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ മണാലിയിൽ നിന്നാണ് ഇങ്ങോട്ട് ഇന്നലെ പോകുന്നത്. ഞങ്ങൾ ഇത്രയും നേരം അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വേറെ ടീമിൻ്റെ കൂടെ. പക്ഷെ അവരോട് നിർത്തിയിട്ടില്ല. അനിഷ്മ ഇത് കൃഷിയിലെ പുഴയാണെന്ന് കണ്ടുപിടിച്ചിട്ടോ ഗൈസ്. അനിഷ്മ പറ, കൃഷിയിലെ പുഴ. ആ പുഴയാണ് ഗൈസ്, ഈ പുഴ. ഞാൻ പറയും ഇവിടെ നിന്ന് ക്യാമ്പർ വാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ.
നമുക്ക് പിന്നെ പാക്കേജുകാർ വന്നറിഞ്ഞ കൊണ്ടാണ് നമുക്ക് അവിടെ നിന്നേ കിട്ടിയത്. ഇവിടെ നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അടുത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ക്യാമ്പർമാൻ കിട്ടും, പ്രൈവറ്റ് ആയിട്ടൊക്കെ വരുന്നവർക്ക്. കസോൾ മാർക്കറ്റ് കഴിഞ്ഞാൽ പാലം കയറി പോന്നു കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡ് ട്രെക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി നല്ലോണം കുലുങ്ങിയിട്ടാണ് പോകുന്നത്. മാത്രമല്ല നടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടു. അവരെല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നവർ, മലയാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഈ നമ്മൾ പോകുന്ന വഴി നല്ല ഹെവി പൊടിയാണ്. അത് കാരണം കൊണ്ട് നല്ല അലർജിയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വണ്ടി പോകുമ്പോഴുള്ള പൊടിയാണ് ഏറ്റവും കൂടുതൽ അടിക്കണേ. അപ്പം നമ്മൾ പോകുന്നത് പാർവതി റിവറിൻ്റെ സൈഡിലുള്ള വഴി കൂടെയാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് പൈൻ ഫോറസ്റ്റും ഒരു സൈഡ് റിവറുമാണ്. മാത്രമല്ല നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിരുന്നു, ഈ നമ്മളിങ്ങനെ ക്യാമ്പർ വാനിൽ എണീറ്റ് നിൽക്കുമ്പോൾ ഫോറസ്റ്റിൻ്റെ മരങ്ങളുടെ ചില്ലയൊക്കെ നമ്മുടെ കണ്ണിലും തലയിലൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കി ശ്രദ്ധിച്ച് വേണം നിൽക്കാനെന്ന്. അപ്പോൾ പലരുടെയും ക്യാപ്പൊക്കെ ഊരിപ്പോയി കേട്ടോ ഈ മുള്ളു കൊണ്ടിട്ട്. അപ്പോൾ അതൊക്കെ കോമഡി ആയിരുന്നു. എൻ്റെ ഉള്ളിൽ നമ്മൾ പോകുമ്പോൾ നല്ലൊരു എക്സ്പ്ലോറിങ് വൈബായിരുന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെയൊന്നും യാത്ര ചെയ്യാറില്ലാത്ത ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഉണ്ടല്ലോ നടന്നു വരാം ഈ വഴി കൂടെ. 6 കിലോമീറ്റർ റൈഡ് ഉണ്ട്. നടന്നു വന്നവർക്ക് നടന്നു വരാം. കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. കുറച്ചുകൂടി എക്സ്പ്ലോറേഷൻ നടന്നു വന്നതാണ്. പക്ഷേ വണ്ടിയിൽ വന്നതും അടിപൊളിയാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ വണ്ടിയിൽ വന്നത് നല്ല നല്ല രസമാണ് അല്ലേ ഗൈസ്? അപ്പോൾ നമ്മളിവിടെ പാട്ടൊക്കെ പാടി മുന്നിൽ ഉള്ളവരുടെ അന്തശ്ശേരി കളിച്ചാൽ നമ്മൾ തന്നെ ഭയങ്കര കുലുക്കം. അത് തന്നെ കേട്ടോ, ഫോണൊന്നും സ്റ്റേബിൾ അല്ലാത്ത. അപ്പം ഗ്രഹാൻ വില്ലേജിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. വേറെ എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെങ്കിൽ കാണിച്ചു തരാം. ബൈ. അപ്പോൾ ഗൈസ് ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ എല്ലാ വണ്ടികളും നിർത്തി. ഇത് സ്റ്റേഷനാണ് കേട്ടോ. അവരെ കൊണ്ട് കല്ല് കയറ്റിക്കുന്ന കേട്ടോ. അത് മുകളിലേക്ക് അതിൻ്റെ ആ സഞ്ചിയിൽ ഫുള്ള് കല്ലാണ്. സോ നമ്മളവിടെ വണ്ടിയൊക്കെ ഇറങ്ങി നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു 1 to 2 hourനുള്ളിൽ നമുക്ക് മുകളിലെത്തിയാൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ റെസ്റ്റ് എടുത്ത് പതുക്കെയാണ് മുകളിലോട്ട് കയറുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചത്ര ഡിഫിക്കൽട്ടി ഒന്നും അല്ലായിരുന്നു. വഴിയൊക്കെ ഇച്ചിരി മോശമാണെങ്കിലും നമ്മൾ പതുക്കെ മുകളിലേക്ക് എത്തി. അപ്പം ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ ഇടിഞ്ഞൊക്കെ കിടക്കുന്ന വഴികളാണ്. പക്ഷേ നമ്മൾ നല്ലത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് മുകളിലേക്ക് എത്തണ വരെ കേട്ടോ. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഗൈസ്. തണുപ്പില്ല, പക്ഷെ കുത്തനെ കയറ്റായതുകൊണ്ടുള്ള ചെറിയ ശ്വാസം മുട്ടുണ്ട്. ആസ്മയും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ സ്വന്തം ഇൻഹേലറൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ പോയി അതും പോവല്ലേ. ഫുഡൊക്കെ കഴിക്കുക. ആ അതായിരിക്കും നല്ല. അത് കല്ലടി 2 സൈഡില്. ആ ലിപി കയറി. ചൂടെടുക്കണ്ട ലിബി? അയ്യോ ചവറായി ഗൈസ്. നമുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച വെക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ മരം ഉള്ളതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല. സണ്ണിന്റെ വെളിച്ചം ഇവിടെ ഭയങ്കര ഡാർക്ക് ആയിട്ട് ബിക്കോസ് ദാറ്റ്സ് കോൾഡ് ക്യാഷ്. വ്യൂ അല്ലേ. നമ്മൾ എത്താനായി. ഇനി വലിയൊരു മലയും കൂടെ കയറി കഴിഞ്ഞ് എത്തും. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പേരൊക്കെ അവിടെ എത്തി.
നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടോ, കുറച്ച് ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ആയി, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോകണം, കാണിച്ചു തരാം. We want to reach there. അവിടെ എത്തണം. അവിടെ ഫുള്ള് കോട്ടേജസ് ആണ്. അമ്മ എൻ്റെ ഫർഷുവിൻ്റെ സെയിം ബാഗാണ് ഗൈസ്. സാറേൻ്റെ ബാഗ് പക്ഷെ പൊട്ടി. സാറ രണ്ടും പൊട്ടി ഗൈസ്. ഇതിന് കുഞ്ഞുമല അപ്പോൾ നമ്മൾ കസോളിന്ന് ട്രെക്ക് ചെയ്ത് ഇപ്പോൾ ഗ്രഹാൻ വില്ലേജിലെത്തി. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ പൂക്കളും ചെടികളും ഒക്കെ കണ്ട് തന്നെ നമ്മുടെ ഒരുപാട് മനസ്സറിയും. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജ്, ന്യൂ കൃഷ്ണ കോട്ടേജ് എന്നാണ് കേട്ടോ കോട്ടേജിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും റൂം സെറ്റിങ്ങിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല സൺലൈറ്റ് ഉണ്ട്, ചൂടും ഉണ്ട്. പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും മൈനസ് ആവുമെന്ന് പറഞ്ഞത്. അപ്പം ഇപ്പോൾ നമ്മൾ സ്വെറ്ററും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല ഹീറ്റായിട്ടുണ്ട് ബോഡി. അപ്പോൾ ഇപ്പോൾ സ്വെറ്ററൊന്നും ഇടേണ്ട ആവശ്യമില്ല, അത്രയും തണുപ്പൊന്നും ഇല്ല, കസോളിൻ്റെ അത്രയും തണുപ്പൊന്നും ഇല്ല. അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെക്കിംഗ്? ഇതേ കൂട്ടിയില്ല, ബാക്കി എല്ലാവരും കൂടെ നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ന്യൂ കൃഷ്ണ കോട്ടേജിലാണ്. അപ്പോൾ താഴെ 2 റൂംസ്, ഒരു സൈഡ് ഫുള്ള് ഗേൾസും ഒരു സൈഡ് ഫുള്ള് ബോയ്സും ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെക്കിങ്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് മുകളിൽ നമ്മുടെ റൂമൊക്കെ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ട്രെക്കിംഗ്? സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട്. ഞങ്ങൾ ആദ്യം എത്തി. ആണോ? അല്ലേ? ആ യെസ്, നമ്മൾ ആദ്യം എത്തിയ. ഹർഷു എങ്ങനെ ഉണ്ടായിരുന്നു ട്രെക്കിംഗ്? അതെ അതെ. നമ്മുടെ വ്യൂ ഇതാണ്. ഫുൾ ആപ്പിൾ തോട്ട അല്ലേ? ഇത് ഫുൾ ആപ്പിൾ തോട്ട. ആപ്പിളിന്റെ സീസൺ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറിച്ചു തന്നെയായിരുന്നു. ആപ്പിൾ സീസൺ അല്ല ഉണ്ടായിപ്പോ. എല്ലാരും ഇവിടെ ഉണ്ട്. എന്റെ അമ്മയല്ലത്? ഹലോ ഗൈസ്, ഹലോ. സൗണ്ട് ഇല്ലാത്ത ഹലോ. ഞാൻ അങ്ങോട്ട് വരാം. ഹലോ. എല്ലാവർക്കും എന്താ അവസ്ഥ? തണുപ്പുണ്ടോ? എല്ലാരും എന്താ വെയില് കായാനിരിക്കുകയാണോ? ഈ സീന് എന്റെ അമ്മതാ. നമ്മുടെ റൂം കാണിച്ചു തരാം. ന്യൂ കൃഷ്ണ കോട്ടേജിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. ഒരു ടീമിന്റെ റൂമാണ്. അഞ്ജലി, ടോയ്ലറ്റ് ഒക്കെ ഉണ്ടല്ലേ? ഹലോ ഹലോ
ഹലോ നല്ല ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. സൂപ്പർ സ്ഥലമാണ് ഇത്. ഞങ്ങൾ ഇതുവരെ സ്റ്റേ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമായ സ്ഥലമാണ് ഇത്. സൂപ്പർ ഒരു ഹോംലി ഫീൽ ആണ് ഗൈസ്. ഹോംലി. അതെ ഞങ്ങൾ സൂപ്പർ. എന്താണ് താങ്കളുടെ സൗണ്ടിനൊരു മാറ്റം? അത് ഇവിടെ തണുപ്പിന്റെ കാലത്ത്. അപ്പോൾ ഇതൊരു റൂം, മുകളിൽ മൊത്തം 3 റൂമാണല്ലേ. അങ്ങോട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത്രയും വ്യൂസാണ്. നമ്മുടെ റൂം ഇതാണ്. 7 പേര് കിടക്കേണ്ട റൂമാണ്. ഇവിടെ ഒരു ബെഡുണ്ട്. ഇവിടെ 3 പേർക്ക് കിടക്കാം, ഇവിടെ 2 പേർക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. എൻ്റെ അമ്മ റൂമാണ് അവൻ്റെ. ഞങ്ങളുടെ റൂം അമ്മ. അപ്പം നമ്മൾ കോട്ടേജിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഉച്ചത്തെ ഫുഡും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അവിടുത്തെ കിച്ചണിലാണ് നമുക്ക് ഉണ്ടാക്കി തരിക. എൻ്റെ ആൾക്കാരാണ് കേട്ടോ. അവിടുത്തെ ബയ്യയും പിന്നെ ബയ്യയുടെ വൈഫും 2 മക്കളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഒരു ഹെൽപ്പറേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി തന്നത്. എന്താ കഴിക്കണേ? ഞങ്ങൾ ഇതെന്തായാലും ഗ്രഹാനല്ലേ, ഗ്രഹാൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റുള്ള എന്തോ ഒരു ഫുഡ്. റൈസാണെന്ന് തോന്നുന്നു. ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ് ബിരിയാണിനെ പോലെ, വെജിറ്റബിൾ ബിരിയാണിനെ പോലെ ഉണ്ട്. ട്രെക്കിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ നൈസ്. അതും ഈ ഫുഡും കൂടി ആകുമ്പോഴായി നമ്മളവിടെ എത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ സിലിക്കുട്ടി വാട്ടർഫാൾസിലേക്ക് പോവാണ്. ഇതും നടന്ന് തന്നെ പോകണം. അപ്പോൾ നമ്മളെല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ബയ്യയ്ക്ക് 2 മക്കളുണ്ട്. ഇതാണ് കേട്ടോ അവർ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഗ്രഹാൻ വില്ലേജിൽ വന്നിട്ട് ഇവിടെ ഒരു കല്യാണം ഉണ്ട്. അത് കൂടാൻ വേണ്ടി വന്നേക്കും കേട്ടോ. ഇവിടെ ഈ വില്ലേജിലൊരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ഈ വില്ലേജിൽ എല്ലാവരെയും വിളിക്കും കേട്ടോ. കാരണം ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആ കല്യാണം കാണാൻ പോവാണ്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ആൾക്കാർ അവിടെ വന്നുകൊണ്ട് തന്നെ അവർ കല്യാണത്തിൻ്റെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളവിടെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ അവരവിടെ നിന്ന് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണത്തിന് ചെന്നത്. മാത്രമല്ല നമുക്ക് ഒരു പുതിയൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള കല്യാണമൊക്കെ കൂടുക എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ.
നമ്മൾ കല്യാണമൊക്കെ കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഗ്രഹാൻ വില്ലേജിനെ കുറിച്ച് സംസാരിക്കാം. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് ഗ്രഹാൻ വില്ലേജ് എങ്കിൽ കൂടെ അവിടുത്തെ എല്ലാ കാര്യത്തിനും നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല അവിടെ നെറ്റ്വർക്ക് കവറേജ് ഭയങ്കര പൂറാണ്, നമുക്ക് ഒട്ടും തന്നെ കിട്ടത്തില്ല. അപ്പം നമ്മൾ താമസിക്കുന്ന കോട്ടേജസിലൊക്കെ വൈഫൈ സർവീസസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ആൾക്കാർക്കൊക്കെ വൈഫൈ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം ഇത് നമ്മുടെ കോട്ടേജിലെ നായ്ക്കുട്ടിയാണ് കേട്ടോ, നമ്മുടെ കൂടെ വരികയാണ് വാട്ടർഫോൾസിലേക്ക്. അപ്പോൾ നല്ല വ്യൂസ് ആയിരുന്നു, പോണ വഴിക്ക് നമുക്കത് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കൂടി ഇന്ന് നമ്മളിവിടുത്തെ വാട്ടർഫോൾ കാണാൻ പോവാണ്. വാട്ടർഫോളിൻ്റെ പേരെന്തായിരുന്നു? ഞാൻ ആ ഗ്യാപ്പിൽ വാട്ടർഫോളിൻ്റെ പേരൊക്കെ മറന്നു. അപ്പോൾ നമ്മൾ സിലിക്കുട്ടി വാട്ടർഫോളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം പോണ വഴി നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കോട്ടേജസും നമ്മൾ കാണാൻ പറ്റി പോണ വഴിക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് നമ്മൾ താഴെ നിന്ന് കണ്ട ഹോഴ്സ് പോലത്തെ സംഭവങ്ങളാണ് കേട്ടോ. ഇത് എത്തിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടുത്തെ മെറ്റീരിയൽസും എല്ലാ സാധനങ്ങളും എത്തിക്കുന്നത് അവരാണ്. അപ്പം നമ്മൾ പോന വഴിക്കും ഒരുപാട് ഹോഴ്സസിനെ കണ്ടു. ശരിക്കും ഇത് ഹോഴ്സസ് അല്ല, കോണീന്ന് എന്തോ ആണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ പണി നടക്കുന്ന കുറേ കോട്ടേജസൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇവർ സിമെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ കട്ട തന്നെ പറക്കി വെച്ച് വുഡിലാണ് കേട്ടോ ഉണ്ടാക്കുന്ന അവരുടെ കോട്ടേജസ് എല്ലാം. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റി. To waterfalls, ready for a quest. Grab a garbage bag, collect garbage on the way, grab a gift from us. ഇരുട്ടായി തുടങ്ങിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കോട്ടേജിൽ ചൂടുവെള്ളം കിട്ടുന്ന സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാ പച്ചവെള്ളം എടുത്ത് ഫണലിൽ കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പൈപ്പ് വഴി ഹോട്ട് വാട്ടറാണ് കിട്ടുക. അപ്പോൾ അത് ഡബിൾ ലെയറുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ. അപ്പം നമ്മളതിൽ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ടാണ് കൈയും മുഖമൊക്കെ കഴുകിയത്. കാരണം അവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ്, ഐസ് വാട്ടർ പോലെയാണ് വരിക. അപ്പോൾ നമുക്കത് മുഖത്തൊന്ന് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് എടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിച്ചത്. നൈറ്റ് ഫുഡിന് മുമ്പ് നമ്മളവിടെ കുറേ നേരം ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ കാര്യങ്ങളൊന്നുമില്ല, അത് കൂട്ടിയിട്ട് കുറച്ച് നേരം ചൂടുകൊള്ളുക. കാരണം അത്രയും തണുപ്പായിരുന്നു നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും. മാത്രമല്ല അവിടെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ്റെ നല്ല പാട്ടും പരിപാടികളൊക്കെ നമുക്ക് അവിടെ നിന്നിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെള്ളം വരുന്നത് നമ്മുടെ നാച്ചുറൽ ഉറവയിൽ നിന്നാണ് നമുക്ക് ആ വെള്ളം വരുന്നത്. അപ്പോൾ ആ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഒഴിച്ച് ചൂടുവെള്ളം എടുക്കണത്. അപ്പോൾ എല്ലാവരും ചൂടുവെള്ളം എടുത്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട്. അപ്പം ഇനി നാളെ രാവിലെ നമുക്ക് കാണാം. സമയം 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ -9 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല തണുപ്പുണ്ട്, പക്ഷേ കുഴപ്പമില്ല, സഹിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തണുപ്പത്തായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം ഇവിടെ സൺലൈറ്റ് ആ ഒരു സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. കാണിച്ചെടുക്കാം.
നമ്മുടെ ഈ സൈഡിലേക്ക് സൺലൈറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. സോക്സ് ഒന്നും നനഞ്ഞിട്ടത് കഴുകാനിട്ടപ്പോൾ സോക്സ് ഇങ്ങനെ ഫ്രീസായി ഇങ്ങനെ വടി പോലെ ഇരിക്കുക അവിടെ. അതുകൊണ്ട് സോക്സ് ഒന്നും ഇടാൻ പറ്റിയില്ല. പക്ഷെ ചെറിയ കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നവർ ഇതുപോലത്തെ തണുപ്പിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. ഈ സമയത്താണ് വന്നെങ്കിൽ. ഇപ്പം ഞങ്ങൾ വന്നത് നവംബറിലാണ്. ചെറിയ തണുപ്പുണ്ട്, -9 ഡിഗ്രിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ടോ, നിങ്ങൾ കസോൾ വരെ വന്നെങ്കിൽ എന്തായാലും ഗ്രഹാൻ വില്ലേജ് ഒന്ന് വിസിറ്റ് ചെയ്യണം. എന്നാൽ അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. കോമൺലി ആരും കൊണ്ടുവരില്ലാത്ത സ്ഥലമാണ്. പക്ഷേ നിങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ച് പോരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ ഗ്രഹാൻ വില്ലേജും ഇതിൻ്റെ വാട്ടർഫോൾ ട്രെക്കിങ്ങും. വരണ്ടെങ്കിൽ എന്തായാലും പറയാം, കമൻറ്റിലിടുക. അപ്പോൾ ഓക്കെ, ബൈ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇയാളായിട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പോൾ പോകുമ്പോഴുള്ള വിഷമമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങി. അപ്പം കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഇത്രയും വെയിറ്റും ചുമന്നാണ് കേട്ടോ ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ്. അപ്പം നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം പുതിയതായിട്ട് ഇട്ട കല്ലുകളൊക്കെ ഇളകി കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും ഇവർ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ. അപ്പം അവർക്കാണ് വഴി നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ മൗണ്ടൻ സൈഡിലേക്ക് നീങ്ങി വേണം നിൽക്കാൻ. അപ്പോൾ അവരൊക്കെ പോകുന്നതൊക്കെ കണ്ടു. അപ്പം കുറേ ഇതുപോലത്തെ കോണികളുണ്ട് കേട്ടോ, ഇതുപോലെ ഐറ്റംസ് കൊണ്ടുപോകാൻ വേണ്ടി. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഗ്രഹാൻ വില്ലേജിൽ നിന്ന് തിരിച്ച് ക്യാമറ വാനിൽ വന്നു. നമ്മൾ തിരിച്ച് കസോളിലേക്ക് പോവാണ്. അപ്പോൾ ഗ്രഹാൻ വില്ലേജ് അടിച്ചു പൊളിച്ച വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ വാട്ടർഫോളും പോയി കാണണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.